അതേസമയം ട്രയൽ റണ്ണിനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞത്തെ ആദ്യ ചാർട്ടേഡ് മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ തീരത്തോട് അടുക്കുകയാണ്. കപ്പൽ ഔട്ടർ ലിങ്കിലെത്തി 4 ടഗുകൾ കപ്പലിന് അരികിലേക്ക് അടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ മദർഷിപ്പിന് സ്വീകരണവും നൽകും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വതും മഹേഷ് ചന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം ആതിര സരസ്വതിയിലേക്കാണ്. ആതിര നിൽക്കുന്നത് എവിടെയായിട്ടാണ്? കപ്പൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷം, വിഴിഞ്ഞത്തെ മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് തന്നെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കപ്പൽ വരുന്നത് ആതിര കൃത്യമായി കാണുന്നുണ്ടോ? തീർച്ചയായും വീണ, നേരത്തെ വിദൂര ദൃശ്യങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് നന്നായി കപ്പൽ കാണാവുന്ന അവസ്ഥയിലാണ്. സാൻ ഫെർണാണ്ടോയാണ് വിഴിഞ്ഞത്ത് എത്തിച്ചേരുക. ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയായ ഡാനിഷ് കമ്പനിയുടെ മെസ്കിന്റെ കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ഇത് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയാണ് മെസ്ക്. ലോകമെമ്പാടും ചരക്ക് നീക്കം നടത്തുന്ന കമ്പനിയാണ് ഇവ. ഈ മെസ്കിന്റെ സാൻ എഫ് സീരീസിൽ 4 കപ്പലുകൾ ാണുള്ളത്. അതിലൊന്നാണ് ഈ കപ്പൽ. എന്തായാലും കപ്പൽ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാമെന്ന് കരുതുന്നു. ഈ കപ്പലിൽ മറ്റൊരു പ്രത്യേകത, ഇതിൽ 5 ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ്. ആകെ 22 പേരാണ് ഇതിലുള്ളത്. റഷ്യക്കാരനായ വ്ളാഡിമിർ വോണ്ടാങ്കറയാണ് കപ്പലിൻ്റെ ക്യാപ്റ്റൻ. എന്തായാലും വിഴിഞ്ഞം ഒരു അഭിമാനകരമായ ഒരു നേട്ടമാണ് മലയാളികളെ സംബന്ധിച്ച്. കേരളത്തിൻ്റെ സാമ്പത്തിക വിനോദ മേഖലകളിൽ ഒരു നാഴികക്കല്ലായി മാറാൻ വിഴിഞ്ഞത്തിന് കഴിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും വിഴിഞ്ഞത്ത് ഉണ്ട് എന്നതും പ്രത്യേകത തന്നെയാണ്. അന്താരാഷ്ട്ര കപ്പൽപാതയുടെ സാമീപ്യം വിഴിഞ്ഞത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ സ്വാഭാവികമായ പ്രകൃതിദത്തമായ ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട ആഴം വിഴിഞ്ഞത്തിനുണ്ട്. ഇതെല്ലാം വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകതകളാണ്. എന്തായാലും നാളെ ട്രയൽ റൺ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുക. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളും ചടങ്ങിൽ പങ്കെടുക്കുന്നതായിരിക്കും. വീണ, ശരി ആതിര, എന്തായാലും അവിടെ തന്നെ തുടരുക. നമുക്ക് മഹേഷ് ചന്ദ്രനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മഹേഷ്, ഈ 110ലേറെ രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ലോകത്തിലെ 2ാമത്തെ വലിയ കപ്പൽ, അതാണ് ഈ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു പുറമെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ കപ്പലിന്റെ, മഹേഷ്? വീണ, സാൻ ഫെർണാണ്ടോ എന്ന ഈ മദർഷിപ്പ്, ആ ഷിപ്പിൽ 2000 കണ്ടെയ്നറാണ് കൊണ്ടുവരാൻ കഴിയുന്നത്. 2000 കണ്ടെയ്നറുകളാണ് അത് തീരത്തേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. കപ്പലിൽ നിന്ന് ക്രെയിനിന്റെ സഹായത്തിൽ ഇറക്കുന്ന കണ്ടെയ്നറുകൾ ഇന്റർ ട്രാൻസിറ്റ് വെഹിക്കിളിലേക്ക് എത്തി യാർഡുകളിലേക്ക് മാറ്റും. ഒരു സമയം 7000 കണ്ടെയ്നർ ഇറക്കി വയ്ക്കാനുള്ള യാർഡ് വിഴിഞ്ഞം തുറമുഖത്ത് ഉണ്ട്. കണ്ടെയ്നർ ഇറക്കാനും കപ്പലിലേക്ക് കയറ്റമായി 31 ക്രെയിനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. 23 യാർഡ് ക്രെയിനുകളാണ്, 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ്. യാർഡ് ക്രെയിനുകൾ മുഴുവൻ ഓട്ടോമാറ്റിക്കും ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ പകുതി ഓട്ടോമാറ്റിക്കുമാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. തുറമുഖത്തെ റിമോട്ട് കൺട്രോൾ ഓപ്പറേറ്റിംഗ് ഡെസ്കാണ് ഇവ പ്രവർത്തിപ്പിക്കുക. ഓപ്പറേഷൻ കൺട്രോൾ യൂണിറ്റ് സ്വീഡനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. 16 ക്യാമറകൾ ഓരോ ക്രെയിനിലുമുണ്ട്. ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. വീണ, ശരി, എന്തായാലും മഹേഷ് അവിടെ തന്നെ തുടരണം. നമുക്ക് ആതിര സരസ്വതിയിലേക്ക് ഒന്നുകൂടി പോവേണ്ടതുണ്ട്. ആതിര, ഈ തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട അനുമതികളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ അനുമതികളാണ് നിലവിൽ അത്യാവശ്യമായി വേണ്ടത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ആതിര? വീണ, തീർച്ചയായും എല്ലാ അനുമതികളും ലഭിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഴിഞ്ഞം ഒരു രാജ്യത്ത് തന്നെ പ്രത്യേക ഒരു തുറമുഖമാണ്. നമുക്കറിയാം, മുന്ദ്ര, വിശാഖപട്ടണം എന്നീ 2 തുറമുഖങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇതിന് രണ്ടിനും ഏകദേശം 16.5 മീറ്റർ ആഴം മാത്രമാണുള്ളത്. എന്നാൽ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഏകദേശം 20 മീറ്റർ ആഴം ഈ കടലിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും ഉള്ള ഒരു തുറമുഖം എന്ന പ്രത്യേകത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിഴിഞ്ഞത്തെ അംഗീകരിക്കാൻ വളരെ സ്വീകാര്യവും എളുപ്പവും തന്നെ ആയിരുന്നു. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം നോക്കേണ്ടത് എന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് വിഴിഞ്ഞം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് സംവിധാനത്തിലായിരിക്കും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ഈ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന കപ്പലിലുള്ളത് ഏകദേശം 2000-ഓളം കണ്ടെയ്നറുകളാണ്. ഇതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം
തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. ആദ്യ ചരക്ക് കപ്പലിൽ നിന്ന് ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ ഉയർത്തുന്ന കണ്ടെയ്നറുകൾ ഇന്റർ ട്രാൻസിറ്റ് വെഹിക്കിൾ വഴിയായിരിക്കും ട്രെയിലറിലേക്ക് നടത്തുക. ഇത്തരത്തിൽ ഒരു ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുക. വീണ, ശരി, എന്തായാലും ആതിര അവിടെ തന്നെ തുടരണം. നമുക്ക് കൂടുതൽ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതാണ്. ദൃശ്യങ്ങളും ആദ്യം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. മഹേഷ് ചന്ദ്രൻ തുടരുന്നുണ്ട്. മഹേഷ്, ഈ കേരളത്തിന്റെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയായ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ഈ ചരക്ക് കണ്ടെയ്നറുകളുമായി ആദ്യം എത്തുന്ന ഈ ഒരു കപ്പൽ, അതിനെ എങ്ങനെയാണ് നമ്മൾ വരവേൽക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് മഹേഷ്? വലിയ ആഘോഷത്തിൽ, ഉത്സവ ആഘോഷത്തിൽ തന്നെയാണ് വിഴിഞ്ഞത്തെ ജനത. കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആഴിമല തീരത്തുകൂടി കടന്നെത്തുന്ന കപ്പലിനെ ആദ്യ കണ്ടെയ്നർ പുലർച്ചെ 6 ആഴിമല ക്ഷേത്ര കമ്മിറ്റി 6 ഒഴിഞ്ഞായിരിക്കും സ്വീകരിക്കുക. ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരുമാണ് നേതൃത്വം നൽകുക. ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആവേശത്തോടെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം ഏറെക്കാലത്ത് സ്വപ്നമാണ്. നീണ്ട 3 പതിറ്റാണ്ട് കാലം നടന്ന സമര പോരാട്ടങ്ങളുടെ ഒടുവിലേക്കാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായി ഇപ്പോൾ തീരാൻ പോകുന്നത്. നമുക്കെല്ലാം അറിയുന്ന പോലെ ഇത്രയധികം പ്രകൃതി കണിഞ്ഞ് നിഗ്രഹിച്ച ഒരു സ്വാഭാവിക തുറമുഖം മറ്റെവിടെയും ഇല്ല എന്ന് ഏറ്റവും അധികം കേവ് ഭാരമുള്ള കപ്പലിന് പോലും അനായാസം നങ്കൂരമിടാൻ കഴിയും വിധം 20 മീറ്റർ വരെ ആഴമുള്ളതാണ് വിഴിഞ്ഞം. ഇത് സ്വാഭാവിക ആഴമാണ്. ഇതിലേക്കാണ് പിന്നെ ട്രെഡ്ജ് ചെയ്ത് കുറച്ചുകൂടി ആഴം കൂട്ടുകയും ചെയ്ത്. ഇതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ എളുപ്പം കഴിയുന്ന സ്ഥലം കൂടിയായിട്ട് അല്ലെങ്കിൽ തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറുന്നു. ഇത് രാജ്യത്ത് തന്നെ ഇത്രയധികം ആഴത്തിലേക്ക് തീരത്തേക്ക് അടുക്കാൻ, ഈ മദർഷിപ്പുകൾക്ക് അടുക്കാൻ കഴിയുന്ന മറ്റൊരു തുറമുഖം ഇല്ല എന്നുള്ളതും പ്രത്യേകതയാണ്. വീണ, എന്തായാലും വ്യക്തമാണ് മഹേഷ്. ട്രയൽ റണ്ണിന് ഒരുങ്ങിയിരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞത്തെ ആദ്യ ചാർട്ടേഡ് മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ തീരത്തോട് അടുക്കുകയാണ്. കപ്പൽ ഔട്ടർ ലിങ്കിലെത്തി 4 ടഗുകൾ കപ്പലിന് അരികിലേക്ക് അടുക്കുകയാണ്. നാളെയാണ് മദർഷിപ്പിന് സ്വീകരണം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ആ ചടങ്ങ് നടക്കുക. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വതും മഹേഷ് ചന്ദ്രൻ. നമുക്ക് ആ വാർത്തയിലേക്ക് വീണ്ടും മടങ്ങിയെത്താം.